വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയതാണ്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്തത്. ഡ്രൈവ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നത് നല്ല റൊമാൻറ്റിക് ആണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതത്ര റൊമാൻറ്റിക് ആയിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ മുഖത്ത് മഴവെള്ളം വന്ന് വീഴുന്നത് കല്ലെടുത്ത് എറിയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഞങ്ങൾ പോയതൊരു ചായക്കടയിലേക്കാണ്. ചായ കുടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓടിക്കേറി യെസ് പറഞ്ഞു. മൂപ്പര് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാട്ടോ. പക്ഷെ കിട്ടിയ ചാൻസ് ഒന്നും നമ്മൾ പാഴാക്കരുതല്ലോ. പെയ്ത മഴ ചെറുതാണെങ്കിലും റോഡ് നിറയെ നല്ല വെള്ളമായിരുന്നു. മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിലും ചൂട് ചായ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു ചായ കുടിക്കാനാണ് ചെന്നതെങ്കിലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും നല്ല ചൂടോടുകൂടി ദോശ കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു പൂതി ഉണ്ടായി. നാവില് വെള്ളം വരുന്നെന്ന് കണ്ട് മനസ്സിലാക്കിയ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ഞാൻ പറയാതെ തന്നെ എനിക്ക് 2 ദോശ ഓർഡർ ചെയ്തു. 2 എണ്ണമൊന്നും വേണ്ട, 1 എണ്ണം മതി, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞെങ്കിലും തിന്ന് തുടങ്ങിയപ്പോൾ 2 എണ്ണവും തീർന്നതറിഞ്ഞില്ല കേട്ടോ. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ഉഴുന്നുവടയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടെന്ന് മനസ്സിലാക്കിയ മൂപ്പരുടെ മുഖത്ത് ചെറിയൊരു നാണം കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ മുഖത്ത് നാണമെന്നൊരു എക്സ്പ്രഷൻ ഞാൻ കാണുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റും ചായക്കടയിലെ ചൂട് ചായയും, ആഹാ അടാർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ഒറ്റ വലിക്ക് തന്നെ മൂപ്പര് ചായ അകത്താക്കി. പക്ഷെ എനിക്ക് അത്ര ചൂടോടുകൂടി കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. ആറ്റിയാണ് ഞാൻ കുടിച്ചത്. എപ്പോൾ ചായ കുടിക്കാൻ ചായക്കടയിൽ ചെന്നാലും എല്ലാവരോടും കോമൺ ആയിട്ടൊരു കാര്യം പറയാൻ തോന്നാറുണ്ട്. മറ്റൊന്നുമല്ല, ഈ ചായ എന്ന് പറയുന്നതേ പലരുടെയും ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസിന്റെ വലിപ്പം കുറച്ചുകൂടി കൂടിയിരുന്നെങ്കിൽ മനസ്സ് കുറച്ചുകൂടി ഒന്ന് സംതൃപ്തിയായേനെ.